രാവിലെ തന്നെ ഒരാൾ ഇവിടെ അലക്കും വിരിയൊക്കെയാണ്. യായുവിനൊരു കൂട്ടായിട്ട് ഞാനും യായുവിന്റെ ഒപ്പം ഉടുക്കാക്കൊണ്ടതായിട്ടിരുന്ന ടീച്ചറും കുട്ടിയും കളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ കുടിച്ച കാപ്പി ഉടനെ തന്നെ ദഹിപ്പിക്കാനുള്ള പരിപാടിയാണ്. തുണിയൊന്നും മര്യാദയ്ക്ക് അടുക്കിപ്പെറുക്കി വെക്കില്ല എന്ന് എന്നെ വഴക്കം പറഞ്ഞുകൊണ്ട് തുണി മടക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. കണ്ണടച്ച സർപ്രൈസ് തരാന്ന് പറഞ്ഞ് യായുവിന്റെ തൊട്ടിൽ കിട്ടുന്ന കമ്പാണ് കൊണ്ടു തന്നത്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും ഷൂ ഒക്കെ ഇട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനാണ്. പാർക്കിങ്ങിലാണ് വണ്ടി വെച്ചത്. പുറത്ത് വെച്ച് തിരിച്ചു വരുമ്പോൾ കുണ്ടി ഫ്രൈ ആകും. ഓട്ട്സൂട്ടിന് 1 വയസ്സായ ബർത്ത്ഡേ പാർട്ടിയാണ് വൈകിട്ട്. ഈ ഒരു കടയിൽ കയറി ഗിഫ്റ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിള്ളേർ ചാടി എടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അടിത്തട്ടിലാണ് പാവെല്ലാം വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പാവയൊക്കെ എടുത്തുകൊണ്ട് യായു വന്നു. വില നോക്കിയിട്ട് മേടിക്കാന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ദേ ഇതാണ് സീൻ. പിന്നെ വിഷയം മാറ്റിവിട്ട് യായുവിനെ ശ്രദ്ധ തിരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ. ശേഷം ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പും വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ കട്ട വെയിൽ. നമ്മുടെ ഒരു കസിൻ ഈ വർഷം 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ട്യൂഷൻ എടുക്കാൻ വേണ്ടി അമ്മ വന്നു. കൂടെ യായുവിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാനിപ്പോ സെക്കൻഡ് ഷോയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ എക്സ്ട്രാ പൈസയാകും. അത് ലാഭിക്കാനാണ് ഇങ്ങനെ നേരിട്ട് വന്നിരിക്കുന്നത്. ചത്താപ്പച്ച കാണണോ ബേബികൾ കാണണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോ. ശേഷം ചത്താപ്പച്ചയുടെ തന്നെ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഇതിന്റെ ഉള്ളിൽ നിന്നപ്പോൾ നല്ല സുഖമായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ വീണ്ടും വെയിലും ചൂടുവാണല്ലോ എന്നോർത്ത് ഭയങ്കര വിഷമത്തിലാണ് ഞാനിപ്പോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ രാവിലെ കൊണ്ടാക്കി 2 ടീംസിനെ പിക്ക് ചെയ്യാൻ വന്നതാണ്. യായു ഇവിടെ മുറ്റത്ത് കിടക്കുന്ന മെച്ചിങ്ങ മൊത്തം പെറുക്കി എന്റെ മുന്നിലിട്ടിട്ട് പമ്പരം ഉണ്ടാക്കാനാണ് പറയുന്നത്. കുറച്ച് ദിവസമായിട്ട് യായു പാർക്കിൽ പോകണമെന്ന് പറയുന്നു. ശേഷം യായുവിനെ എടുത്ത് വിക്രമാദിത്യനും വേതാളവും പോലെ നമ്മളിപ്പോൾ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിംഹത്തിന്റെ വായും പല്ലും കണ്ടതിന്റെ ത്രില്ലിലാണ് യായു. അകത്തോട്ട് കയറി പതിയെ ആക്ടിവിറ്റീസിന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. തൊട്ടാവാടിയെ പതിയെ തൊട്ടു നോക്കിയപ്പോൾ അത് കൂമ്പി. അത് കണ്ടപ്പോൾ യായുവിന് അതിശയം. ഞാനും എന്റെ ചെറുപ്പത്തിൽ ഇതൊക്കെ കണ്ട് അതിശയിച്ചിട്ടുണ്ട്. ശേഷം യായു ഇപ്പോൾ പാർക്കിലെ ആക്ടിവിറ്റീസ് എല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഊഞ്ഞാലും സ്ലൈഡറും ഈ കറങ്ങുന്ന സാധനമൊക്കെ തന്നെയാണ് ഇവിടുത്തെ മെയിൻ. എന്തോ സ്വർഗം കിട്ടിയതുപോലെയാണ് യായുവിന്റെ സന്തോഷം. ശേഷം പാർക്കിൽ നിന്ന് ഇറങ്ങി യായുവിന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കടയിൽ കയറി ഒരു ഉള്ളിവടം കഴിച്ചിട്ട് ഈ ഒരു പാർലറിലേക്ക് ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഞാനും യായു ഇപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം താമസമില്ലാതെ തന്നെ അമ്മ വന്നു. ശേഷം ഇപ്പോൾ നമ്മൾ തറവാട്ടിലാണ് ഉള്ളത്. കൊച്ചനും ആന്റി അടുപ്പത്ത് വെക്കാനുള്ള ചുള്ളി വെട്ടിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. നമ്മൾ വന്ന കാര്യം ഈ ഒരു ബാഗ് എടുക്കാനായിരുന്നു. ശേഷം ഈ ബാഗ് എടുത്തതിന് ശേഷം അച്ഛമ്മയോട് യാത്ര പറഞ്ഞ് നേരെ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കേക്ക് കെട്ടിയാൻ പോകാൻ വേണ്ടി എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഓട്ട്സൂട്ടിന്റെ കൂടെ ഒളിച്ചേക്കണ്ട കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യായു. ശേഷം കേക്ക് മുറിക്കുന്നതിന് മുൻപ് ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഓട്ട്സൂട്ടിന്റെ ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത കേക്കിൽ നിന്ന് തന്നെ എന്തായാലും ഒരു പീസ് കേക്ക് കിട്ടി. കിടിലും കേക്കായിരുന്നു. ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിച്ചതിന് ശേഷം ഓട്ട്സൂട്ടിനോട് യാത്രയും പറഞ്ഞ് തിയേറ്ററിൽ എത്തിയപ്പോൾ യായു ഉറങ്ങി. മൂവി എന്തായാലും കൊള്ളായിരുന്നു. എന്റർടൈൻമെന്റ് ആയിരുന്നു ത്രൂ ഔട്ട്. ശേഷം നമ്മളിപ്പോൾ പടം കഴിഞ്ഞിറങ്ങി വണ്ടി എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉറങ്ങാൻ എത്ര നേരം കിട്ടും എന്നുള്ള കാൽക്കുലേഷൻ ആയിരുന്നു എന്റെ മനസ്സിൽ മൊത്തം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.